ഹലോ, നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. നമ്മുടെ കാശിനെയും മനസ്സിനെയും നമുക്ക് കുഞ്ഞിക്കണ്ണനും കുഞ്ഞിരാതൊക്കെ ആക്കിണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു രണ്ടാലും കാണാനായിട്ട്. കാശി കാലത്ത് കുറച്ച് വാശിയിലായിരുന്നു. നമ്മുടെ വെണ്ണ കഴിച്ചിരിക്കുന്ന ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട് കാലത്ത് കുറച്ച് വാശിയിലായിരുന്നു അവൻ. അതുകൊണ്ട് കാലത്ത് നല്ല ഭംഗിയൊന്നും മേക്കപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ പൊട്ടൊക്കെ കുത്തി അങ്ങനെ ചെയ്തോളാം. നല്ല നല്ല ഫോട്ടോസ് കിട്ടിയിട്ട് നമ്മൾ വെണ്ണയ്ക്ക് പകരം അരിപ്പൊടിയൊക്കെ കുറുക്കി കൊടുത്താൽ ഈ ഫോട്ടോസിൽ കണ്ടാൽ മനസ്സിലാവും. അത് അരിപ്പൊടി ഒന്ന് പെട്ടെന്ന് മനസ്സിലാവുണ്ട്. അവന് ഈ വെണ്ണ അങ്ങനത്തൊന്നും ഇഷ്ടമില്ല, അവൻ തുപ്പി കളയും. അതുകൊണ്ട് നമ്മൾ അരിപ്പൊടി കുറുക്ക് നമ്മൾ കഴിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കിയത്. അപ്പം അവൻ ഇഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്ന് കുറേ നേരം കളിച്ച് കുറച്ച് തിന്നു. അപ്പോൾ നല്ല ഫോട്ടോസുകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ രണ്ടെണ്ണം അവസാന വീഡിയോയിൽ ഇടാട്ടെ. നല്ല ഭംഗിയായിരുന്നു. അതുപോലെ നമ്മുടെ അൻസീൻ അതുപോലെ നല്ല രസമുണ്ടായിരുന്നു. അനിയത്തി മേക്കപ്പ് ഒക്കെ ചെയ്ത് 2 ഭാഗത്ത് മുടിയൊക്കെ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മൾ പിന്നെ വൈകിട്ട് ഒരു 7 മണിയായപ്പോൾ നമുക്ക് കൂടിമണിക്ക് അമ്പലത്തിൽ പോയിരുന്നു. അവിടെ ഓരോ ഭാഗത്തുനിന്ന് സെറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ പല പല പരിപാടികളായിരുന്നു. കുട്ടികളുടെ തന്നെ കുഞ്ഞു കുഞ്ഞു കണ്ണന്മാരും രാധമാരൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു പരിപാടി. അവിടെ ചെന്നപ്പോൾ കാശോട് നല്ല ഡാൻസ് ആയിരുന്നു. അച്ഛനുണ്ടായിരുന്നു, പിന്നെ ഞാൻ ചേട്ടൻ അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല കളിയായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാട്ടും കുറേ പരിപാടിയായിരുന്നു. സ്റ്റാൻഡ് ഞങ്ങൾ ഞാലപ്പുഴ സ്റ്റാൻഡ് തൊട്ട് കുടിമണിക്ക് അമ്പലം വരെ പരിപാടികൾ തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ കാശിക്കുട്ടൻ്റെ അൻസിയുടെ ഫോട്ടോസൊക്കെ ഞാൻ അവസാനം ഇടാട്ടോ. അപ്പോൾ ഞങ്ങൾ ശ്രീകൃഷ്ണൻ്റെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.